അച്ചാറുകൾ പലതരത്തിലുണ്ട്. കേമനിൽ കേമനായ ചെറുനാരങ്ങ, അത് കഴിഞ്ഞ വെളുത്തുള്ളി, പിന്നെ മാംഗോ. അങ്ങനെ പോണ് ടീംസിന്റെ പേരുകൾ. ഇന്നാ പിന്നെ നിങ്ങളൊക്കെ ഒന്ന് മാറി നിക്ക്. ഇതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചിട്ട് നമുക്കിന്ന് ബീഫ് അച്ചാർ ഉണ്ടാക്കാം. പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ വാര്യർ പറഞ്ഞ പോലെ ഇനി അയാളുടെ കാലല്ലേ. ഇനിയിപ്പോ ഇത് കുറെ പേർക്കൊക്കെ അറിയണ്ടാവും. അറിയാത്തവരെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഏത് അത് തന്നെ. അപ്പൊ പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് ബീഫ് അച്ചാർ. എന്നാ പിന്നെ ആരെയും കത്തിക്ക, എടുത്തോളിയും കുറച്ച് ബീഫ്, വേവിച്ചോളിയും നല്ലോണം. എന്നിട്ട് പൊരിക്കുക, മസാലപ്പൊടികൾ ഇടുക, സിർക്കയില് കുളിപ്പിക്കുക. സാധനം റെഡി. ആദ്യം ബീഫ്, പിന്നെ അച്ചാർ. ഇനി ഈ ഏലക്കരയിൽ ആരെങ്കിലും അച്ചാർ തിന്നുന്നുണ്ടെങ്കിൽ അത് ബീഫ് അച്ചാറായിരിക്കണം. നോക്കട്ടെ, ഒരു കുപ്പിയിലാക്കിയിട്ട് വേണം സെപ്പിക്കാക്ക് പാർസൽ അയച്ചു കൊടുക്കാന്. എന്നാ പിന്നെ ഓരോരോ കുപ്പി എടുത്തോളി, നിറച്ചോളി. അപ്പൊ പിന്നെ മസലാമ. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.